അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും നമ്മൾ ദോസ്തിൻ്റെ ഒരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മുടെ ദോസ്തിൻ്റെ ക്ലച്ച് പെഡൽ കാണാനില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടി ഓടിക്കുന്നതിന് വേണ്ടി വേറൊരാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി നോക്കുമ്പോൾ വണ്ടിക്ക് ക്ലച്ച് പെഡൽ കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം നമ്മളെ വിളിച്ച് ചോദിക്കുകയുണ്ടായി, വണ്ടി ഓട്ടോമാറ്റിക് ആണോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മുടെ സ്വന്തം 2012 ദോസ്താണ്. ഈ വണ്ടി നമ്മൾ പല വീഡിയോയിലും നമുക്ക് വണ്ടി വന്നിട്ടുണ്ട്, പല പല കംപ്ലൈൻറ്റുകളൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടും വീഡിയോ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട, ഈ വണ്ടിക്ക് ക്ലച്ച് പെഡൽ കാണുന്നില്ല. ക്ലച്ച് പെഡൽ ഈ ഒരു ആംഗിളിൽ നിന്ന് നോക്കിയാൽ ക്ലച്ച് പെഡൽ ഇല്ല എന്ന് തന്നെ ആർക്കും തോന്നിപ്പോകുന്ന രീതിയിലാണ് വണ്ടിക്ക് ക്ലച്ച് ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് ഈ ക്ലച്ച് പെഡൽ എവിടെ പോയി എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. വല്ലൊരു ഊരിക്കൊണ്ട് പോയതാണോ എന്ന് അറിയണ്ടേ? അല്ല, ആ ക്ലച്ച് പെഡൽ കുറച്ചുകൂടി നമ്മൾ താത്തി നോക്കിയാൽ ക്ലച്ച് പെഡൽ ഇവിടെ തന്നെയുണ്ട്. പക്ഷെ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബ്രേക്ക് പെഡലിനേക്കാളും വളരെ ഉയരത്തിൽ ഏതാണ്ട് ഡാഷിനോടടുത്താണ് ഈ ക്ലച്ച് പെഡൽ ഇരിക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ക്ലച്ച് പെഡലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതായത് നമ്മുടെ ബ്രേക്ക് പെഡൽ എവിടെ ഇരിക്കുന്നു, ക്ലച്ച് പെഡൽ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഇട കുറവായതുകൊണ്ട് ക്യാമറ ഇച്ചിരി കുലുങ്ങുന്നൊക്കെ ഉണ്ട്, എന്നാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ ക്ലച്ച് പെഡലും ബ്രേക്ക് പെഡലും തമ്മിൽ വളരെ വലിയ തോതിലുള്ള ഏതാണ്ട് ഒരു 6-7 ഇഞ്ച് അന്തരം ഹൈറ്റിൻ്റെ കാര്യത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഹൈറ്റ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ക്ലച്ച് പെഡൽ ഈ ഡാഷിനോട് പറ്റ വന്ന് ഡാഷിൽ ഏതാണ്ട് അടുത്ത് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഒരാൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇത് ഡ്രൈവ് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഈ ക്ലച്ച് പെഡൽ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വരികയല്ല. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് പോകുന്നതുകൊണ്ട് നമുക്കിത് വലിയ ഒരു പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. പക്ഷെ നിലവിൽ ഇപ്പോൾ ഒരു പ്രശ്നം വേറെയും നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് നോക്കണം എന്ന് വിചാരിച്ചത്. ഈ പഴമക്കാർ പറയുന്നത് പോലെ തന്നെ കൊശവൻ ഓട്ടക്കലത്തിലേക്ക് കഞ്ഞി വെക്കൂ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. അടിക്കടി ഈ ക്ലച്ച് പെഡൽ ഇങ്ങനെ ഉയർന്നു വരുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ സമയക്കുറവ് മൂലം നമുക്കത് പരിഗണിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് നമ്മളതിന് മറ്റൊരു കാരണവും നമ്മളെ അഫക്റ്റ് ചെയ്തത് കൊണ്ട് നമ്മൾ ഇന്നത് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് ഇതിൻ്റെ പുറകെ കൂടി. അപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി വണ്ടി സർവീസ് ലാമ്പ് കത്തുകയും സ്റ്റാർട്ടിങ്ങിൽ സർവീസ് ലാമ്പ് കത്തുകയും അതുപോലെ തന്നെ വലി മുട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആക്സിലേറ്റർ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ ഫുൾ ത്രോട്ടിലേക്ക് കയറാതെ വരികയും വണ്ടി ഒരു മിനിമം സ്പീഡിൽ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കായി മാറി. ആ സ്ഥിതിയിലേക്ക് എത്തിയപ്പോഴാണ് നമ്മളെന്നാൽ ഇത് ഒന്ന് ശ്രദ്ധിച്ചു കളയാം എന്ന് വിചാരിച്ചത്. നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇഗ്നിഷൻ ഓൺ ആയിട്ടുണ്ട്, ലാമ്പുകളെല്ലാം കെട്ടുപോയിട്ടുണ്ട്, അസ്വാഭാവികതകളൊന്നും നേരിടുന്നില്ല. ഇനി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ടായതിനു ശേഷം നമ്മുടെ സർവീസ് ലാമ്പ് ഇങ്ങനെ ഡാഷ്ബോർഡിൽ കത്തിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇതിനുശേഷം നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് ആക്സിലേഷൻ കിട്ടുന്നില്ല. വണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അവസരത്തിൽ ചില കയറ്റങ്ങളൊക്കെ കയറാനായിട്ട് നമ്മൾ വലിയ വിഷമതയോടുകൂടി കയറേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ആക്സിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആക്സിലേറ്റർ വർക്കാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ എന്തായാലും നമ്മൾ ക്ലച്ച് പെഡലിൻ്റെ കാര്യങ്ങൾ ആദ്യം തന്നെ ഒന്ന് റെക്ടിഫൈ ചെയ്തിട്ട് ബാക്കിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ് ക്ലച്ച് പെഡലിന് സംഭവിച്ചത് എന്ന് ആദ്യം നമുക്ക് നോക്കാം. എന്തായാലും അങ്ങനെ നമ്മൾ ABC ബ്രാക്കറ്റിനെ തന്നെ ആദ്യം ചെക്ക് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ABC ബ്രാക്കറ്റിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആ ഒരു അവസരത്തിലാണ് നമ്മൾ ഒരു സംഭവം കാണുകയുണ്ടായത്. അതായത് നിങ്ങൾക്കറിയാം, സെൻസർ വണ്ടികളാണ് ഇതൊക്കെ, സംവിധാനങ്ങളെല്ലാം സെൻസർ വഴി ഓടുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലച്ച് സ്വിച്ചിൻ്റെയും ആ ക്ലച്ച് സ്വിച്ച് പിടിപ്പിച്ചിരിക്കുന്ന ആ ബ്രാക്കറ്റിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അതായത് തുടരെ ഈ ക്ലച്ച് റിട്ടേൺ വന്ന് ഈ ബ്രാക്കറ്റ് വളഞ്ഞ് അകത്തേക്ക് പോയ ഒരു സാഹചര്യമാണ് ഉണ്ടായേക്കണേ. അപ്പോൾ ഈ ബ്രാക്കറ്റ് വളഞ്ഞ് അകത്തേക്ക് പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ക്ലച്ച് പെഡലിൻ്റെ ഈ ക്ലച്ച് സ്വിച്ച് വർക്ക് ചെയ്യേണ്ട പോർഷൻ ആ സ്വിച്ചിലേക്ക് വന്ന് കൃത്യമായിട്ട് മുട്ടുന്നില്ല.
ഈ ബ്രാക്കറ്റ് വളഞ്ഞ് അകത്തേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ ക്ലച്ച് പെഡലിൻ്റെയും ഹൈറ്റ് ഇങ്ങനെ കൂടിക്കൂടി വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നിലവിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലച്ച് സ്വിച്ചിൻ്റെ ബ്രാക്കറ്റ് വളഞ്ഞ് അകത്തേക്ക് പോകും തോറും ഈ ക്ലച്ച് പെഡലിന് മേലോട്ട് പൊങ്ങി വരുവാണ്. കാരണം ക്ലച്ച് പെഡലിന് വേറൊരു സ്റ്റോപ്പർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ക്ലച്ച് സ്വിച്ചാണ് അതിൻ്റെ സ്റ്റോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലച്ച് സ്വിച്ചും വർക്കാകുന്നില്ല, ആ സ്വിച്ചിൻ്റെ ബ്രാക്കറ്റ് മുളഞ്ഞ് അകത്തേക്ക് പോയത് കൊണ്ടാണ് നിലവിൽ ഈ ക്ലച്ച് പെഡല് പൊങ്ങി മേലോട്ട് പോയിട്ടുള്ള ഒരു സാഹചര്യം വന്നേക്കുന്നത്. അപ്പം മിക്കവാറും നമ്മുടെ ഈ ക്ലച്ച് സ്വിച്ച് വർക്കാകാത്ത കൊണ്ടായിരിക്കാം നമ്മുടെ സർവീസ് ലാമ്പ് കത്തുന്നതും അതുപോലെ തന്നെ ഈ വണ്ടി വലിക്കാതെ വരുന്ന ആക്സിലറേഷൻ ഫുള്ള് കിട്ടാത്തൊരവസ്ഥ വരുന്നതും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് കൃത്യമായിട്ടൊന്ന് ABC ബ്രാക്കറ്റിലെ ഈ ക്ലച്ച് സ്വിച്ചിൻ്റെ ബ്രാക്കറ്റ് കൃത്യമായിട്ടൊന്ന് നിവർത്തി ഈ സ്വിച്ച് വർക്കാകുന്ന രീതിയിലോട്ട് ആക്കിയതിന് ശേഷം നമുക്ക് ക്ലച്ചിൻ്റെ ലെവലും ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ സർവീസ് ലാമ്പിനെയും ഒന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും നമുക്ക് ഈ വണ്ടിയിൽ വെച്ച് യാതൊരു സംവിധാനവും ഈ ABC ബ്രാക്കറ്റ് നടക്കാത്തൊരവസ്ഥ വന്നതുകൊണ്ട് നമ്മൾ ഈ വണ്ടിയുടെ സ്റ്റീറിംഗ് കോളം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ അഴിച്ച് നമ്മുടെ ABC ബ്രാക്കറ്റിനെ പുറത്തെടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ABC ബ്രാക്കറ്റൊക്കെ പുറത്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ ക്ലച്ച് സ്വിച്ച് പിടിപ്പിക്കേണ്ടതായിട്ടുള്ള ഈ ഒരു ബ്രാക്കറ്റിനെ അതിന് സ്പോട്ട് വെൽഡിങ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ നല്ല രീതിക്ക് ഗ്യാസ് വെൽഡ് ചെയ്തു. കാരണം ഒരു കനം കുറഞ്ഞ തകിടാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസ് വെൽഡാണ് അതിന് സാധ്യമാകുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് അത് ഗ്യാസ് വെൽഡ് ചെയ്ത് ശരിയാക്കി. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് എക്സ്ട്രാ ഒരു ചെറിയ സ്റ്റോപ്പറും കൂടി വെച്ച് വെൽഡ് ചെയ്തു. അത് ഇനി ലോഡ് വന്നാൽ പോലും അകത്തേക്ക് ബെൻഡായി പോകാത്ത രീതിക്ക് അതിന് ഒരു സ്റ്റോപ്പർ തകിടും കൂടി അതിൽ വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പെഡൽ അഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ മുമ്പ് കുറേ നാളുകൾക്ക് മുമ്പ് ഇതുപോലെ ഈ ഒരു നൈലോണിൻ്റെ ഒരു ബുഷ് സംവിധാനം, ഈ ഒരു ബുഷാനിലാണ് നമ്മുടെ ഈ ക്ലച്ച് സ്വിച്ചിൻ്റെ ഈ ഒരു ടിപ്പ് ഭാഗം വന്ന് ഇങ്ങനെ വെച്ച് മുറുക്കുമ്പോൾ കൊണ്ട് ഈ സ്വിച്ച് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്നത് ഈ ഒരു ബുഷിൻ്റെ സഹായത്താലാണ്. മുമ്പ് ഒരിക്കലും നമുക്കത് നഷ്ടമായപ്പോൾ മേടിക്കാൻ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒരു ആംഗ്ലയറിൻ്റെ പീസ് വെച്ച് വെൽഡ് ചെയ്തിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്കത് കിട്ടി. അപ്പോൾ മുമ്പ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആംഗ്ലയറിൻ്റെ പീസ് കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം പഴയപോലെ തന്നെ ബുഷ് തന്നെ മേടിച്ച് ഇട്ടു. അപ്പോൾ ഈ ബുഷിൻ്റെ ഒരു തിക്നെസ്സും നമ്മുടെ ക്ലച്ച് പെഡലിൻ്റെ ഹൈറ്റിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കമ്പനിയിൽ നിന്ന് തന്നെ ജെന്യുവിനായിട്ടുള്ള ഒരു ബുഷ് തന്നെ നമ്മൾ വാങ്ങിച്ച് അതിൽ അവിടെ കറക്റ്റായിട്ട് ഫിക്സ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ബ്രാക്കറ്റിൻ്റെ വെൽഡ് ചെയ്ത ഭാഗങ്ങളും ജസ്റ്റ് തുരുമ്പെടുത്തിരിക്കുന്ന ഈ ജസ്റ്റ് തുരുമ്പിൻ്റെ കറകൾ കയറിയിട്ടുള്ള ഭാഗങ്ങളും നമ്മൾ ഒന്ന് അപ്പോക്സി അടിച്ചതിന് ശേഷം നമ്മളിത് കയറ്റി പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വക ABC ബ്രാക്കറ്റ് ഭാഗങ്ങളൊന്നും നമ്മൾ അങ്ങനെ ഇങ്ങനെ അഴിക്കുന്ന ഒരു ഭാഗങ്ങളല്ല. ഏതെങ്കിലും ഒരു കാരണവശാൽ അഴിക്കേണ്ടി വന്നാൽ മാത്രം അഴിക്കുന്ന, വളരെ റെയറായിട്ട് അഴിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ അഴിച്ച് സൗകര്യത്തിന് കിട്ടുന്ന സമയത്ത് കുറച്ച് അപ്പോക്സിയോ പ്രൈമറോ എന്തെങ്കിലും അടിച്ചതിന് ശേഷം വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ക്ലച്ച് സ്വിച്ചൊക്കെ നമ്മൾ പിടിപ്പിച്ചതിൻ്റെ ആംഗിളും ക്ലച്ചിൻ്റെ ഹൈറ്റും എല്ലാം കറക്റ്റ് ചെയ്തു. താഴെ വെച്ച് തന്നെ എല്ലാം കറക്റ്റാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് പെയിൻറ്റ് നമ്മുടെ അപ്പോക്സി പ്രൈമർ അടിച്ചതിന് ശേഷം ഇനി നമുക്ക് കയറ്റി ഫിക്സ് ആക്കാം. അപ്പോൾ നമ്മൾ നല്ല വൃത്തിക്ക് തന്നെ ആ ബാക്കിയുള്ള ഭാഗത്തൊക്കെ തുരുമ്പെല്ലാം നമ്മൾ പേപ്പർ പിടിച്ചതിന് ശേഷം അപ്പോക്സി അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കയറ്റി ഫിറ്റ് ചെയ്യണം. ആ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ നമുക്ക് എടുക്കാനുള്ള സമയക്കുറവുണ്ട്, കാരണം ഇരുട്ടുന്നുണ്ട്. നാളെ ഓട്ടമുള്ള വണ്ടിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഫിക്സൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ബാക്കി ഭാഗം കാണിക്കാം. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതേ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ക്ലച്ച് പെഡലും അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് പെഡലും ഒരേ ലെവലിലാണ് ഉള്ളത്. അപ്പോൾ യാതൊരുവിധ ഹൈറ്റ് വ്യത്യാസങ്ങളും ഇല്ല. നമുക്കത് വ്യക്തമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ കൃത്യതയോടുകൂടി നമുക്കത് കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിനകത്ത് ഒരേ ലെവലിൽ തന്നെ നമുക്ക് ആ ക്ലച്ച് പെഡലിനെ അറേഞ്ച് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ക്ലച്ച് സ്വിച്ചും നമുക്ക് നീറ്റായിട്ട് തന്നെ ഫിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഉള്ളത് വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിലുള്ള കണ്ടീഷനാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ താക്കോൽ ഓണാക്കാൻ പോവാണ്. ഇതേ താക്കോൽ ഓണാക്കിയിട്ടുണ്ട്. ലാമ്പുകളെല്ലാം കെട്ടുപോയി. പക്ഷേ മുമ്പത്തെ നമ്മൾ കണ്ടതിനേക്കാളും വ്യത്യസ്തമായി നമ്മുടെ സർവീസ് ലാമ്പ് ഓണായി നിൽപ്പുണ്ട്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.
അപ്പോൾ എന്തായാലും വണ്ടി നമ്മുടെ സ്റ്റാർട്ടായിട്ടുണ്ട്. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ എന്തോ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ സർവീസ് ലാമ്പ് അവിടെ തന്നെ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ സർവീസ് ലാമ്പ് കത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സ്റ്റാർട്ടിങ്ങിന് ശേഷം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും എന്നുള്ള കാരണത്താൽ അതിൻ്റെ റീസൺ നമ്മൾ തൊട്ടടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും വണക്കം.